നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് നിരവധി പ്രതീക്ഷകളും ചർച്ചകളുമാണ് ഉയരുന്നത്. ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് കേന്ദ്ര ബഡ്ജറ്റ്. തുടർച്ചയായി 8ാമത്തെ തവണയാണ് നിർമ്മല സീതാരാമൻ തന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ ആദായ നികുതി ഘടനയിൽ പരിഷ്കരണം ഉൾപ്പെടെ നിരവധി സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. പൊതുവെ ജനത്തിന് ഗുണകരമല്ലാത്തൊരു ബഡ്ജറ്റാണ്. നികുതി കൊടുത്ത് ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ചായ കുടിച്ചാൽ പോലും നികുതി ഉണ്ടത്. ഗവൺമെന്റ് ആയാലും ബാക്കിയുള്ള യൂണിയൻ ബഡ്ജറ്റ് നിലവിൽ കൊണ്ടുവന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താ നേട്ടമുള്ളത്? ഒരു നേട്ടവും ഇല്ല. അവര് സാധാരണക്കാർ ഇതേപോലെ എടുത്ത് പണിയെടുത്ത് തിന്നാതേ ഉള്ളൂ. ബുദ്ധിമുട്ടാണ് ഇവിടെ. വെട്ടവും കാര്യങ്ങളില്ലാത്തത്. വലിയ മോടി കൽപ്പിച്ചു പാലം വന്ന് പാലത്തിന്റെ പൊക്കത്ത് കുറെ ലൈറ്റുകൾ കൊണ്ടുവന്ന് എന്തു ഫലം? ഒരു ഫലവും ഇല്ല. അതായത് എല്ലാ സർക്കാർ ജോലിക്കാർക്കും സർക്കാർ ജോലിക്കാർക്കും ESI സംവിധാനമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മാത്രം ESI സംവിധാനം ഇല്ല. ക്ഷേമത ഉണ്ടെന്നുള്ള വാസ്തവമാണ്. ക്ഷേമതി സത്യം പറഞ്ഞാൽ സാർവത്രികമായിട്ടൊന്നും അത് കാര്യക്ഷമമായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വാസ്തവം. ഈ ഓട്ടോറിക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഇന്ധനം ഒരു റീസണബിൾ റേറ്റിൽ കൊടുക്കാവുന്ന, അതായത് വില കൂടിയാലും കുറച്ചാലും റീസണബിൾ പ്രൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ പോകും. ഇപ്പോഴത്തെ വില അനുസരിച്ച് സാധാരണക്കാരന് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതും കൂടി കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. ഇപ്പോൾ അരിയുടെ വെളിച്ചെണ്ണ അങ്ങനെ പല സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. 25 രൂപ 50 പൈസ 50 രൂപ വെച്ച് കൂടി ഇന്ന് ഏതാണ്ട് 60,500 രൂപ വരെ സ്വർണത്തിന് വന്നു. ബഡ്ജറ്റിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു ബഡ്ജറ്റ് ആണെന്നാണ് പ്രാർത്ഥന. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാവണം. അടുത്തേ കൂടെ വരുമ്പോഴത്തേക്ക് ഒന്നും കൂടി പാവപ്പെട്ടതിന് ബുദ്ധിമുട്ടായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം ഞാൻ. ഈ വർഷത്തെ ബഡ്ജറ്റിൽ ചില പ്രധാന വിഷയങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. അവ എന്തൊക്കെ എന്ന് നോക്കാം. 2025 ബഡ്ജറ്റിൽ ഡിജിറ്റൽ ഇന്ത്യ, നികുതി ഇളവുകൾ, പുതിയ സാങ്കേതിക വിദ്യകൾക്കുള്ള പ്രോത്സാഹനം, കൂടാതെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ആനുകൂല്യങ്ങൾക്കും ഊന്നൽ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. പെട്രോൾ ചെലവുകളും മറ്റ് നിത്യ ചെലവുകളും അമിതമായ നികുതി അടവുകൾ എന്നിവ മൂലവും ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ജനങ്ങളാണ് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. ബഡ്ജറ്റിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് നികുതി ഇളവുകൾ. ഇത്തവണ ബഡ്ജറ്റിൽ ശമ്പളക്കാർക്കും ഇടത്തരക്കാർക്കും കൂടുതൽ നികുതി ഇളവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷകളുണ്ട്. ഇത് സാധാരണക്കാരുടെ കയ്യിൽ കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. ചോല പട്ടേര് വിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അവനിപ്പം 1 lakh ഒരു മന്ത് ഉണ്ടാക്കിയാൽ അവന് ടാക്സ് ഇല്ല. ഡിജിറ്റൽ മണി വരുമ്പോൾ മേ ബി അക്കൗണ്ടബിൾ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ദേ ആർ നോട്ട് പേയിങ് ദ ടാക്സസ്. ടാക്സ് ചെയ്യുന്ന ഒരാൾ എന്നും ടാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു ചൂഷണം ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ അത് മാറിയിട്ട് ഇൻകത്തിനനുസരിച്ചിട്ടുള്ള ടാക്സ് എല്ലായിടത്തു നിന്നും മേടിക്കണം. ഇല്ലെങ്കിൽ സാലറിഡ് എംപ്ലോയീസിന് എന്തെങ്കിലും എക്സെപ്ഷൻസ് തരണം. ഇപ്പോൾ സപ്പോസ് പെട്രോളിൻ്റെ ആണെങ്കിൽ പെട്രോൾ അടയ്ക്കുന്ന ബില്ല് വെച്ചിട്ട് നമുക്ക് എക്സെപ്ഷൻ തരണം. ഇതിപ്പോൾ നമ്മൾ ഡബിൾ ടാക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നല്ല കാലത്ത് ഞാൻ അധ്വാനിക്കുന്ന മൊത്തവും ഞാനിപ്പം ഗവൺമെൻറ്റിനകത്ത് കൊടുക്കുന്നത്. തിരിച്ചെനിക്കെന്ത് കിട്ടുന്നു? ഇപ്പം ഞാൻ ഈ ഒരു 30% ടാക്സ് ഇന്ത്യയിൽ ഇപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ആ 30% ഞാൻ കൊടുക്കുന്നുള്ളൂ. ഞാനല്ല, അവിടെ നിൽക്കുന്നൊരു സിറ്റിസൺ കൊടുക്കുന്നുള്ളൂ. ബട്ട് അവൻ്റെ പല കാര്യങ്ങളും ആഫ്റ്റർ ജോബ് അവൻ്റെ ഗവൺമെൻറ്റാണ് സെർവ് ചെയ്യുന്നത്. ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ ഒന്നും കിട്ടുന്നില്ല. സോ സാലറിഡ് പേഴ്സണിന് ഉറപ്പായിട്ടും ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. എക്സംഷൻസ് തരണം ഇങ്ങനെയുള്ള കേസസിൽ. പെട്രോളിൻ്റെ ആയാലും ശരി, സ്ലാബുകൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബുകൾ കൂട്ടണം. അങ്ങനെ പല കാര്യങ്ങളും. അതായത് ഈ പിഴിയുന്നതിനെ മാത്രം പിഴിയുന്നൊരു ഏർപ്പാട് ശരിയല്ല. അത് മാറണം. നിലവിൽ 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. ഇത് 10 ലക്ഷം രൂപ വരെയായി ഉയർത്താൻ സാധ്യതയുണ്ട്. അതേസമയം 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 25% എന്ന പുതിയ നികുതി സ്ലാബ് ഏർപ്പെടുത്തിയേക്കും. പെട്രോളിനെ GSTയിൽ ഉൾപ്പെടുത്തണമെന്നും ഭക്ഷ്യവസ്തുക്കളുടെ മേലുള്ള നികുതി കുറയ്ക്കണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് നടപ്പായാൽ അത് സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകും. ഫുഡിന് നികുതി കൊടുത്ത് ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ചായ കുടിച്ചാൽ പോലും നികുതി ഉണ്ടത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പെട്രോളിനെ GSTയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ശക്തമായ ഒരു ആവശ്യമായി ഉയരുകയാണ്. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാന വാറ്റ് നികുതിയും ചേരുമ്പോൾ പെട്രോൾ വിലയുടെ 40% വരെ നികുതിയായി നൽകേണ്ടി വരുന്നു. എന്നാൽ പെട്രോൾ GSTയിൽ ഉൾപ്പെടുത്തിയാൽ ഏറ്റവും ഉയർന്ന നികുതി കേവലം 28% ആയിരിക്കും. ഇത് ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമാകും.
പെട്രോളിനെ GSTയിൽ ഉൾപ്പെടുത്തിയാൽ പെട്രോൾ വില കുറയും. രാജ്യമെമ്പാടും ഏകീകൃത ഇന്ധനവില ഉണ്ടാകും. നികുതി സമ്പ്രദായം ലളിതമാകും. എന്നാൽ ഇതിലൂടെ സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം കുറയും. പുതിയ ബഡ്ജറ്റിൽ ഡിജിറ്റൽ ഇന്ത്യക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പിന്നോക്ക പ്രദേശങ്ങളിൽ ഡിജിറ്റൽ ഇടപാടുകൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ മുൻതൂക്കം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലോക്ക് ചെയിൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾക്ക് ഈ ബഡ്ജറ്റിൽ കൂടുതൽ പ്രോത്സാഹനം നൽകും എന്നും കരുതുന്നു. 2017 അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബഡ്ജറ്റ് ഡിജിറ്റൽ ഇന്ത്യക്ക് ഊന്നൽ നൽകിയത് ശ്രദ്ധേയമായിരുന്നു. ഈ ബഡ്ജറ്റ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ ഡിജിറ്റൽ പരിവർത്തനത്തിന് കാരണമാവുകയും ചെയ്തു. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും 2025 കേന്ദ്ര ബഡ്ജറ്റ് ശ്രദ്ധ ചെലുത്തും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇന്ന് നാം ഇന്ത്യയിൽ കാണുന്ന പല സുപ്രധാന മാറ്റങ്ങൾക്കും അടിത്തറയിട്ട ഒന്നായിരുന്നു 2017 കേന്ദ്ര ബഡ്ജറ്റ്. GSTയുടെ അവതരണവും ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഊന്നൽ നൽകിയതും എടുത്തു പറയേണ്ടതാണ്. ഞാനിപ്പോൾ 1.5 വർഷത്തോളം ഇവിടെ നിൽക്കണം. കച്ചവടം കുഴപ്പമില്ല. ഇത് വെച്ചിട്ടും നല്ല അഭിപ്രായമാണ്. ഞാൻ കച്ചവടം കൂടുതൽ കിട്ടുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആണ് ഡിജിറ്റൽ പേയ്മെന്റ്. ചില്ലറകൾ വരെ നഷ്ടപ്പെടാത്ത രീതിയിലാണ്. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ അത് നമ്മൾ റൗണ്ട് ഫിഗർ ആക്കിയിട്ട് വിട്ടുകളയാണ്. ഇതങ്ങനെയല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് യൂസ്ഫുൾ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിജിറ്റൽ പേയ്മെന്റ് നല്ലത് തന്നെയാണ്. ഒരു സിഗരറ്റ് മേടിക്കണമെങ്കിൽ തന്നെ അവർ 6 രൂപ ചേഞ്ച് ആയിട്ട് തരില്ല, 10 രൂപ നമുക്ക് തരില്ല. അവർ ഇതായിട്ട് ചെയ്തു പോകുന്നുള്ളൂ. കാരണം ഇനിയുള്ള കാലത്ത് ഈ പറഞ്ഞ പോലെ പൈസയുടെ ഇത് ഉണ്ടാവില്ല. വിഷാടത്തിന് ഇരിക്കുന്നവരുടെ കയ്യിൽ പോലും ഈ ഇത് ഉണ്ട്. फ़ोन पे चालू होने से हमको बैंक में जाना नहीं पड़ता है कैश जमा करने के लिए, और प्लस चेंज का कोई प्रॉब्लम नहीं है. आज का टाइम में लोग के पास कैश नहीं है. सभी लोग गूगल में फ़ोन पे बोलेगा, इसलिए इसको हमने यूज़ किया है. इसलिए हमको कोई लॉस नहीं है, कोई प्रॉब्लम नहीं है. GST ഇന്ത്യയുടെ നികുതി വ്യവസ്ഥയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. ഇത് വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ നികുതി സമ്പ്രദായങ്ങൾക്ക് ഏകീകൃത സ്വഭാവം നൽകി. രാജ്യമെമ്പാടും ഒരേ നികുതി എന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ ഇത് സഹായിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാധാരണക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും 2025 കേന്ദ്ര ബഡ്ജറ്റ് വഴിയൊരുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.